എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കപ്പലുകൾക്ക് ഭയവും തടസ്സവുമില്ലാതെ ഹോർമുസ് കടക്കണമെങ്കിൽ ഒമാൻ കടലും യമന് സമീപമുള്ള ബാബൽ മന്ദാബും കൂടി അടച്ച് മൊത്തം പട്ടിണിയാകാതിരിക്കാൻ മര്യാദയ്ക്ക് ആദ്യം ലെബനോനെ ഇസ്രായേൽ ആക്രമിക്കുന്നത് നിർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്ന 10 കാര്യങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ട് ഒരു കരാർ ഒപ്പിട്ട് തന്ന് ഇവിടെ നിന്ന് യുദ്ധം അവസാനിപ്പിച്ച് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് ട്രംപിനെ പിടിച്ചു നിർത്തി കരാറിൽ ഒപ്പിടാൻ നിർബന്ധിതമാക്കുന്ന മിഡിൽ ഈസ്റ്റിലെ കാഴ്ച അമേരിക്കൻ അഹങ്കാരത്തിൻ്റെ തലയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയായിട്ട് ഇപ്പം ലോകമെങ്ങും ആഘോഷിക്കപ്പെടുന്നുണ്ട്. കുറെ തള്ളുന്നതോ വിജയം അവകാശപ്പെടുന്നതോ യുദ്ധത്തിൽ പ്രയോജനപ്പെടില്ല എന്ന് അവസാനം ട്രംപിനും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ആവശ്യപ്പെട്ടതുപോലെ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു വെടിനിർത്തൽ ട്രംപ് സ്വയം പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുകയാണ്. ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇസ്രായേലും ലെബനോനും തമ്മിൽ വ്യാഴാഴ്ച രാത്രി മുതൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം വരുമ്പോൾ ഇറാന്റെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്ന ട്രംപിന്റെ പരാജയവും ലോകശക്തിയെ തറപറ്റിച്ച ഇറാന്റെ അജയ്യതയും ആഘോഷിക്കപ്പെടുകയാണ്. ഈ വെടിനിർത്തൽ നെതന്യാഹുവിനെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്. കാരണം ലെബനോനെ പൂർണ്ണമായി പിടിച്ചെടുക്കാനും വരുതിയിലാക്കാനും ലക്ഷ്യമിട്ട് ആക്രമണത്തിലൂടെ പിടിച്ചെടുത്ത ചില ലെബനോന്റെ ഭാഗങ്ങൾ ഈ വെടിനിർത്തലിലൂടെ തിരിച്ചു കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ഹിസ്ബുള്ളയെ ഒന്നുകൂടി ശക്തമാക്കാനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ശരിക്കും ട്രംപിനെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിൽ കാര്യമായ നിലനിൽപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ ട്രംപ് നിർബന്ധിതമാകുകയാണ്. അതിന്റെ ഭാഗമാണ് ട്രംപ് തന്നെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലെബനോനിലെ യുദ്ധം നിർത്താൻ നെതന്യാഹുവിനെ നിർബന്ധിച്ചത്. കഴിഞ്ഞ ദിവസം സിറിയയിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാനും ട്രംപ് തയ്യാറായിട്ടുണ്ട്. ഇതൊക്കെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. വേറെ രക്ഷയില്ല മുന്നോട്ട് പോകാൻ. ഈ സിറിയയിൽ നിന്നും ഈ അമേരിക്കൻ സൈന്യം പിന്മാറുമ്പോൾ അതുവഴി ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിക്കാൻ ഇറാന് വഴി തെളിയുകയാണ് ചെയ്യുന്നത്. ഹിസ്ബുള്ള കൂടുതൽ ശക്തമാകുന്നു എന്ന ഒരു സൂചനയും ഇതിലൂടെ നൽകുന്നു. ഇത് നെതന്യാഹുവിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലെബനോന്റെ കാര്യത്തിൽ ഞങ്ങൾ എഗ്രിമെന്റിൽ തയ്യാറല്ല എന്ന് അമേരിക്കയും നെതന്യാഹു ഒക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇറാൻ അത് അനുവദിക്കാതെ ലെബനോനിലെ യുദ്ധം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഹോർമുസ് തുറന്നു തന്നുകൊണ്ട് ഞങ്ങൾ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയുള്ളൂ എന്ന് നിർബന്ധിച്ചതുകൊണ്ട് അവസാനം അതിന് തയ്യാറാവേണ്ടി വന്നിരിക്കുകയാണ്. വെനിസ്വേലൻ എണ്ണ കൈയടക്കിയതുപോലെ ഇറാനെ തകർത്താൽ മിഡിൽ ഈസ്റ്റിലെ എണ്ണ സമ്പത്തിനെ മുഴുവൻ വരുതിയിലാക്കാൻ കഴിയുമെന്നും അതോടുകൂടി ലോകത്തിലെ മുഴുവൻ എണ്ണയും സ്വന്തമാകും, അതുവഴി കടത്തിൽ മുങ്ങി നശിക്കാൻ ഒരുങ്ങുന്ന അമേരിക്കയെ രക്ഷപ്പെടുത്താമെന്നും ഒക്കെ ഉള്ള വ്യാമോഹത്തോടെയാണ് ഇസ്രായേലിനെ കൂട്ടി രണ്ടാമതും ഇറാനെ ആക്രമിക്കാൻ ട്രംപ് തയ്യാറായത്. എന്നാൽ ഈ ആക്രമണത്തോടെ ട്രംപിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതും കൂടി നഷ്ടപ്പെടുന്നത് ഒരു ഞെട്ടലോടെ മാത്രമേ അയാൾക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. 2026 ഏപ്രിൽ പകുതിയോടുള്ള കണക്കുകൾ പ്രകാരം അമേരിക്കയുടെ മൊത്തം കടം ഏകദേശം $39 ട്രില്യൺ എത്തിയിരിക്കുകയാണ്. അതായത് ഏതാണ്ട് $39,000 ബില്യൺ. ഈ കടം ഇങ്ങനെ ഉയരുന്നതാണ് അമേരിക്കൻ പതനം ആസന്നമായിരിക്കുന്നു എന്ന് സ്ഥിരമായിട്ട് പറയുന്നതിൻ്റെ കാരണവും. മാത്രമല്ല അമേരിക്കയ്ക്ക് ഓരോ 100 ദിവസത്തിലും ഏകദേശം $1 ട്രില്യൺ വീതം കടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ദിവസം ശരാശരി $4.5 ബില്യൺ കടം ഇങ്ങനെ അമേരിക്കയ്ക്ക് വർദ്ധിക്കുകയാണ്. തന്നെയുമല്ല ഈ കടത്തിന്റെ എല്ലാം കൂടി പലിശ ഇനത്തിൽ മാത്രം അമേരിക്ക ഇപ്പോൾ പ്രതിവർഷം ഏതാണ്ട് $1 ട്രില്യൺ ചെലവാക്കുന്നുണ്ട്. ഇത് അവരുടെ പ്രതിരോധ ബജറ്റിനേക്കാൾ വലിയൊരു തുകയായിട്ട് മാറിയിരിക്കുകയാണ്. സാമ്പത്തികമായി ഇത്രയും വലിയ തകർച്ച നേരിടുന്ന ഒരു രാജ്യത്തിന് ലോകത്തെമ്പാടും സൈനിക സ്വാധീനം നിലനിർത്തുക എന്നത് പ്രായോഗികമായി വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതിനാൽ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന 700-ലധികം സൈനിക ക്യാമ്പുകൾ അമേരിക്ക അടച്ചുപൂട്ടുന്നതാവും വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സിറിയയിൽ നിന്നും ഇതിനകം തന്നെ അവർ സൈന്യത്തെ പിൻവലിച്ചു കഴിഞ്ഞു. ഇത് മറ്റു രാജ്യങ്ങളിലും തുടരുന്നതോടെ അമേരിക്കൻ ആധിപത്യത്തിന്റെ തകർച്ച പൂർണ്ണമാകും. അമേരിക്കയ്ക്ക് വലിയ ഭീഷണി ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും അവർ പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കുന്നതാവും ഇനിയുള്ള നാളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ലോക സമ്പത്തിന്റെ 60% മിഡിൽ ഈസ്റ്റിലാണുള്ളത്. ഇവരോട് തന്ത്രപരമായി അമേരിക്ക ഒരു സുഹൃത്തെന്ന് ഭാവിക്കുകയും മറുവശത്ത് അറബ് രാജ്യങ്ങളുടെ ഏകീകരണമില്ലായ്മയെ ചൂഷണം ചെയ്ത് അവരിൽ നിന്നും പണം വസൂലാക്കുകയും അതുകൂടാതെ മറ്റൊരു വശത്തുകൂടി ഇസ്രായേലിനെ വിട്ട് ഭയപ്പെടുത്തി ആ ഒരു സംരക്ഷണത്തിന്റെ പേരും പറഞ്ഞ് വീണ്ടും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ ഈ യുദ്ധം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന തോൽവി വലിയ വരുമാന നഷ്ടം വരുത്തുന്നതോടെ അമേരിക്കൻ യുഗം അവസാനിക്കുകയാണ് എന്ന് പറയേണ്ടതുണ്ട്. തന്നെയുമല്ല അമേരിക്കയുടെ ദൗർബല്യം അറബ് രാഷ്ട്രങ്ങൾ കൂടുതൽ മനസ്സിലാക്കാതിരിക്കാനും വേണ്ടി യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് എത്രയും വേഗം ഇറാനുമായി ഒരു കരാറാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആവശ്യം. അതിനായി ഇസ്ലാമാബാദിലേക്ക് ട്രംപ് വീണ്ടും ഇറാനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇവർ തമ്മിൽ വീണ്ടും ചർച്ച ഉണ്ടാവും. ഇറാന്റെ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് മിക്കവാറും
ഒരു കരാർ അവിടെ തയ്യാറാവുകയും ചെയ്യും. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സൈനികമായി മാത്രമല്ല അമേരിക്ക തകരുന്നത്, ഡോളറിന്റെ ആധിപത്യവും ലോകത്ത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ കുറയുന്നതും ഈ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് സംഭവിച്ച വൻ നഷ്ടങ്ങളുടെ കണക്കിൽ ഒന്നാമത് തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പാകിസ്ഥാനിലെ ചർച്ചയിൽ ട്രംപിന്റെ വിശ്വസ്തനായി എത്തിയ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പ്രകോപിപ്പിച്ച് ചർച്ചയിൽ നിന്നും അയാൾ ഇറങ്ങിപ്പോകാൻ വരെ നിർബന്ധിതമായ ഒരു കാരണം അയാളുടെ മുന്നിൽ വെച്ച് തന്നെ ഡോളർ അവഗണിക്കപ്പെടുന്നത് നേരിൽ കണ്ടതുകൊണ്ടുള്ള നിരാശ മൂലമാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ യുദ്ധത്തെക്കുറിച്ചും ഉപരോധത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ട ഒരു സ്ഥാനത്ത് അതോടൊപ്പം തന്നെ ഈ ചർച്ചയിൽ യുദ്ധവും ഉപരോധവും മാത്രമല്ല, അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ഉപരോധങ്ങളെ മറികടക്കാൻ ഡോളറിന് പുറത്തുള്ള ഒരു സാമ്പത്തിക ഇടപാടുകൾ പ്രധാനമാണെന്ന ഒരു വിഷയവും ഉയർന്നു വരികയാണ് ഉണ്ടായത്. ഇങ്ങനെ ഈ ചർച്ച വരാൻ കാരണം സ്ഥിരമായി ട്രംപ് ഉപരോധം ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഡോളർ ഇടപാടുകൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ചൈനീസ് യുവാനിലോ അതാത് രാജ്യത്തിന്റെ സ്വന്തം കറൻസികളിലോ വ്യാപാരം നടത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ് ചർച്ചയായത്. കാരണം ട്രംപ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഉടനെ തന്നെ ആ രാജ്യത്തിനെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തും. ഇപ്പം നമുക്കെല്ലാം അറിയാവുന്ന അടുത്ത നാൾ തന്നെ വ്യാപാര കരാർ എന്ന് പറഞ്ഞ് എല്ലാ രാജ്യങ്ങളെയും ട്രംപ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ചൈനയ്ക്കൊക്കെ 200 ഇരട്ടി, അതുപോലെ തന്നെ ഇന്ത്യക്ക് 100%, പിന്നെ അത് 50 ആക്കി, പിന്നെ ഇപ്പം 25 എത്തിച്ചൊക്കെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ സുഹൃത്ത് രാജ്യത്തിനും ശത്രുതയുള്ള രാജ്യത്തിനും അതിന്റെ തോതിൽ പുള്ളി ശരിക്കും നികുതി കൂട്ടിക്കൊണ്ട് പുള്ളി തോന്നിവാസം ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ഡോളർ ഇടപാടുകൾ നടക്കുന്നതുകൊണ്ട് അഥവാ ഉപരോധം കാണാൻ വന്നു കഴിഞ്ഞാൽ അവിടെ കുടുങ്ങുമല്ലോ എന്നോർത്ത് പല രാജ്യങ്ങളും ഇത് അവസാനം അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പം അമേരിക്കയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞു എന്നുള്ളൊരവസ്ഥയിലാണ് ട്രംപ് പിന്നെ അതിനെ ഘോഷിച്ചത്. എന്നാൽ ഈ ട്രംപിനെ പോലുള്ള ഒരു ഭ്രാന്തന്റെ ഇത്തരം ഉപരോധത്തെ മറികടക്കാൻ ഈ ഡോളറിനെ എങ്ങനെ തള്ളുന്നതാണ് ഏറ്റവും നല്ല വഴിയെന്ന് അവർ വാൻസിന് മുന്നിൽ വാദിക്കുകയാണുണ്ടായത്. ചർച്ച നടന്നത് പാകിസ്ഥാനിലായതുകൊണ്ട് ചൈനയുടെ യുവാൻ ഡോളറിന് പകരമായി ഉപയോഗിക്കാം എന്നൊരു താല്പര്യമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മുന്നിൽ വെച്ച് തന്നെ ഇത്തരം ഒരു വിഷയം ചർച്ചയായത് ഡോളറിന്റെ ആഗോള സ്വാധീനം കുറയുന്നു എന്നതിന്റെ പരസ്യമായ പ്രഖ്യാപനമായതിനാൽ വാൻസ് ഏറെ പ്രകോപിതനാവുകയും ചെയ്തു. തന്നെയുമല്ല, ഡോളർ ഒഴിവാക്കിയുള്ള നീക്കങ്ങൾ അമേരിക്കൻ ഉപരോധങ്ങളുടെ ലംഘനമായി കണക്കാക്കുമെന്ന് ഇതിനിടയിലൂടെ വാൻസ് മറ്റു രാജ്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും അതൊന്നും ആരും അത്ര കാര്യമാക്കിയില്ല. ഡോളറൊക്കെ പോയി പണി നോക്കട്ടെ, നമുക്ക് നമ്മുടെ പണത്തിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് ഇവരെല്ലാം വന്നുകൊണ്ട് വാൻസ് ആകപ്പാട് ദേഷ്യം വന്നിട്ട് പുള്ളിയോട് ഇറങ്ങി. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അതായത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യുമെന്ന് ട്രംപിനോട് വാൻസിനോട് പറഞ്ഞിട്ട് അയാളത് കേൾക്കാതെ അന്ന് ഉച്ച കഴിയുമ്പോൾ തന്നെ വണ്ടി വിട്ടു അമേരിക്കയിലേക്ക് പോയി എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ കാരണം ഇതൊക്കെ തന്നെയാണ്. അയാൾ ആകപ്പാടെ തകർന്നു പോയി. സ്വന്തം മുന്നിൽ വെച്ച് അവരുടെ പൈസയൊക്കെ തകർന്ന് തരിപ്പണം അടിക്കുന്നത് കാണുക എന്ന് പറയുമ്പോൾ സഹിക്കുന്ന എങ്ങനെയാണ്. അതുകൊണ്ട് പുള്ളി നിന്നില്ല, ഇനി പോയിട്ട് ട്രംപുമായിട്ടൊക്കെ ആലോചിച്ച് തിരിച്ചു വരാം എന്ന് പറഞ്ഞാണ് പുള്ളി അന്ന് വണ്ടി കയറിയത്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് താൽക്കാലികമായി വിരാമമിടുകയും പുതിയ കരാറിലേക്കൊക്കെ അടുക്കുന്നത് കൊണ്ട് ഹോർമുസ് കടല് പൂർണ്ണമായും തുറന്നിട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഇറാൻ ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഈ ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ അധീനതയിലാണെന്നും ഇതുവഴി പോകുന്ന കപ്പലുകൾ ടോൾ നൽകേണ്ടതുണ്ടെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. തന്നെയുമല്ല, ഇസ്രായേലിന്റെ അമേരിക്കയുടെ കപ്പലുകൾക്ക് ഇപ്പോഴും പഴയതുപോലെ നിർബാധം കടന്നു പോകാൻ അനുവദിക്കില്ല എന്നും ഇറാൻ പറയുമ്പോൾ അതിനർത്ഥം ഈ കപ്പലുകളുടെ നീക്കം ഇറാന്റെ നിരീക്ഷണത്തിലായിരിക്കും എന്നാണ്. പഴയതുപോലെ അവർക്ക് ചാടിത്തുള്ളിൽ പോകാൻ കഴിയില്ല. ഇറാൻ ഈ കപ്പലെല്ലാം നിരീക്ഷിക്കുകയും ചെയ്യും, വേണ്ടി വന്നാൽ കയറി പരിശോധിക്കുകയും ചെയ്യും. ഇതിനകത്ത് വല്ല ആയുധം കടത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഹോർമസിലൂടെ അതിന് ചുമ്മാ ഒന്നും ഇറാൻ വിടില്ല. അമേരിക്കയ്ക്ക് ഇവിടെ ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ ഇറാൻ സ്വാഭാവികമായും ശക്തി പ്രാപിക്കുകയാണ് ഉണ്ടാകുന്നത്. ഇറാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇതിനെതിരായിട്ട് അമേരിക്ക ഇസ്രായേലോ ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇനി വേണേ അവന്മാർ പരിശോധിക്കട്ടെ, വേറെ എന്ത് ചെയ്യാൻ എന്നായിരിക്കും ഇവർ ചിലപ്പോൾ ഒരു പക്ഷേ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മളിങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഇതിനെല്ലാം മറ്റൊരു വശം കൂടി നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. യുദ്ധപരാജയം നേരിട്ട അമേരിക്കയും ഇസ്രായേലും തൽക്കാലം വെടിനിർത്തൽ കരാറിൽ ചേരുന്നു എന്നൊക്കെ കരുതി അവർ പൂർണ്ണമായും തോറ്റു പിന്മാറും എന്നൊന്നും കരുതാൻ കഴിയില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഒരു യുദ്ധശ്രമം കൂടി അവർ നടത്തും എന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. ഇതിങ്ങനെ പറയാൻ കാരണം ഒരു നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള ലോകത്തെ അമേരിക്കൻ ആധിപത്യം ഒരാഴ്ച കൊണ്ടോ അതല്ലെങ്കിൽ കേവലം 1-2 യുദ്ധം കൊണ്ട് അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറാകും എന്നൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവന്മാര് വീണ്ടും ഈ നാറ്റോ രാജ്യങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ യുദ്ധത്തിന് വന്നേക്കാം. പക്ഷേ നാറ്റോ രാജ്യങ്ങൾ പേടിച്ച് പുറകോട്ട് വലിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവരാരും ഇനിയും കൂടുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ അമേരിക്കയുടെ ഇപ്പോഴത്തെ യുദ്ധം അനാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇറാൻ പോലുള്ള ഒരു പരമാധികാര രാഷ്ട്രത്തെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ആരും ഇതിൽ പങ്കെടുക്കാത്തത്. ഇത് ഇറാൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണല്ലോ. അവരെ
ആണവായുധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയ രാജ്യം അടിച്ചു തകർത്ത് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ എണ്ണസമ്പത്ത് കൈയടക്കാനാണെന്നുള്ളവരും എല്ലാവർക്കും മനസ്സിലായി. അപ്പം അമേരിക്കയ്ക്ക് ഈ മോഷണം നടത്താൻ വേണ്ടി മറ്റു രാജ്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇവരാരും കൂടാഞ്ഞത്. അതല്ലാതെ ഇറാനെ ജയിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഒരു അന്യായമാണ്. പിന്നെ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട് പിടിക്കേണ്ട. കാരണം ഇറാൻ്റെ വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് എത്തുന്ന മിസൈലുകൾ ഇറാൻ്റെ കയ്യിലുണ്ട്. വെറുതെ എന്തിനും ചുടിയാൻ നിൽക്കുന്നു ഓർത്തിട്ടാണ് മരെല്ലാം മാറി നിൽക്കുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ പറയേണ്ടത് ഡോളറിന് പകരമായി ഒരു കറൻസി ഉണ്ടാവുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ഡോളറിന്റെ സ്വാധീനം കുറയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഡോളറിന് പകരമായി യുവാന് വളരാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയെ ആരും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാവില്ല എന്നത് തന്നെയാണ്. ഇന്ത്യക്ക് ഏതാണ്ട് 700-750 ബില്യൺ ഡോളറിന്റെ വിദേശ നാണ്യ ശേഖരമാണുള്ളത്. തന്നെയുമല്ല ഏകദേശം 1000 ടണ്ണോളം സ്വർണ്ണ ശേഖരമുണ്ട്. അതായത് സാമ്പത്തികമായിട്ട് നമ്മൾ സേഫാണ്. റിസർവ് ബാങ്കിന്റെ ഇടപെടൽ ശക്തമായതുകൊണ്ട് ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യക്ക് കടം കൊടുത്താലും ഇത്രയും ജനങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഓരോ രൂപ വെച്ച് പിരിച്ച് മേടിച്ചാൽ പോലും ഈ കടമൊക്കെ വിട്ടാനുള്ള കാശ് ഇന്ത്യക്ക് ഉണ്ടാവും. അത് എല്ലാ രാജ്യങ്ങൾക്കും ബോധ്യപ്പെട്ടതുകൊണ്ട് ഇന്ത്യൻ രൂപയെ സ്വീകരിക്കുന്നതിൽ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഡോളറൊക്കെ വന്ന പോലെ ചാടിക്കയറി വലിയ അങ്ങേറ്റത്തെ സംഭവമൊന്നും ആകത്തില്ല. ഡോളറിനൊപ്പം ഒന്നും വിലയും കിട്ടുകയില്ല. ഇന്ത്യൻ രൂപയ്ക്കൊന്നും താഴെ വില തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ രൂപയെ സ്വീകരിക്കും, ഇത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് അവർ ഏത് സമയം മാറി മറിയാവന്മാർ തോന്നിയ പോലെ ഇടപെടും. അവരുടെ പണം അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഡോളറിനേക്കാളും വലിയ വള്ളിക്കെട്ടാകും എന്ന് ഭയന്നിട്ട് അവരും ചിലപ്പോൾ ഇതുപോലെ വിട്ടുവീഴ്ചയില്ലാത്തവന്മാരാണ്ട് ചിലപ്പോൾ പുരോഗം പെട്ടെന്ന് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ യുവാൻ പിന്നെ അവരുടെ അടുത്ത് ഉപയോഗിക്കാനും അവരുടെ കയ്യിലുള്ള രാജ്യങ്ങളെല്ലാം പെട്ടുപോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് യുവാനെ ആരും ഉപയോഗിക്കാത്തത്. അമേരിക്ക കുറേയെങ്കിലും വിട്ടുവീഴ്ചയുണ്ട്. ചൈനയൊന്നും അതൊന്നും പ്രതീക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് ചൈനയുടെ മുകളിൽ കിടക്കുന്നതുകൊണ്ട് ചൈനയുടെ യുവാനൊന്നും ആരും സ്വീകരിക്കില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ രൂപയാണ്. പക്ഷേ ഇന്ത്യയുടെ കുഴപ്പമെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തെ എല്ലാ രാജ്യങ്ങളും വളരെ സംശയത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. നമ്മളിവിടെ വലിയ തള്ളിമറിക്കും, വലിയ ലോക ഗുരുവാണ്, എല്ലാവരും എഴുന്നേൽക്കുന്നു, ബഹുമാനിക്കുന്നു, കൈകൂപ്പുന്നു എന്നൊക്കെ ചുമ്മാതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പുറത്തേക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്ത രാജ്യം, അതല്ലെങ്കിൽ ഇവിടെ എപ്പോഴും കലാപ സാധ്യത ഉള്ള ഒരു രാജ്യമായിട്ടൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. തന്നെ വലിയ വർഗീയത ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് ഏതു സമയം ആഭ്യന്തര കലഹത്തിനുള്ള സാധ്യതയും മുന്നിലുണ്ട്. അത് ഉണ്ടാക്കാതിരിക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ സർക്കാർ തന്നെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ത്യൻ രൂപയും ഇങ്ങനെ ഒരു വഴി നിൽക്കുന്നതുകൊണ്ട് ഇന്ത്യൻ രൂപയുടെ കാര്യത്തിലും വലിയ വിശ്വാസത്തിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഡോളർ തൽക്കാലം സുരക്ഷിതമാണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ എണ്ണ വ്യാപാരം അതാത് രാജ്യങ്ങളുടെ കറൻസിയിലേക്ക് മാറ്റാൻ എല്ലാവരും തയ്യാറാവുന്നത് അമേരിക്കൻ ആധിപത്യത്തെ തകർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ നിർത്തിയാണ്. ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇനി ഇന്ത്യൻ രൂപ കൊണ്ട് കൊടുത്താലും എണ്ണ മേടിച്ചുകൊണ്ട് വരാം. നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. എല്ലാം ഡോളറിനെ ആശ്രയിക്കേണ്ട, ഡോളറിൻ്റെ വില നോക്കണ്ട, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അമേരിക്കയും ചുരുങ്ങുകയാണ് എന്ന് പറയേണ്ടതുണ്ട്. ഭീമന്റെ പതനം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ തകർക്കാൻ മുൻകൈ എടുത്ത ഇറാൻ അജയ്യതയുടെ വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.